ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെറി ജ്യൂസ് ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഈ പ്രാവശ്യം ഒരുപാട് ചെറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല ബ്രൗൺ റെഡ് കളറായിട്ടുള്ള ചെറിയാണ് ഈ ജ്യൂസിന് വേണ്ടി ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. പൊട്ടിക്കുമ്പോൾ ചെറിയ പശയൊക്കെ കൈമയാവും, എങ്കിലും നല്ല റെഡ് കളറാണ്. അപ്പോൾ പശയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാനും. അത് എന്ത് രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ കുരു കളയണം. ഭയങ്കര പുളിയാണ് ശരിക്കും. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറി നമ്മളെടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിൻ്റെ പശയൊക്കെ കളയാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു കുറച്ച് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുരു കളയുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പശയൊക്കെ പൊക്കോളും. അതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ആ ചെറി നമ്മൾ സീഡ് കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സീഡ് കളഞ്ഞു വെച്ച ആ ഒരു ചെറി അതിലേക്ക് ഇട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഒരു ചെറിയ ലെമണിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഐസും അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും നമുക്ക് കഴിക്കാം. പിന്നെ മധുരം ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉപ്പിട്ട് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. ഇഞ്ചിയും ഉപ്പും അതുപോലെ ചെറിയൊരു പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പലരുടെയും വീട്ടിൽ ചിലപ്പോൾ ഉള്ള ഒരു ഫ്രൂട്ട് ആയിരിക്കണമെന്നില്ലെങ്കിലും അത് കിട്ടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടിപൊളിയാണ്. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ജ്യൂസാണ് കേട്ടോ.